ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ചോക്ലേറ്റിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റാണ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഭയങ്കര തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സേമിയ ഇപ്പോൾ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ പായസമൊക്കെ വെക്കുന്ന സേമിയില്ലേ, കുറച്ച് തിക്കായിട്ടുള്ള അതെടുക്കരുത്, ഇത് തന്നെ എടുക്കണം. പിന്നെ കുനാഫ ഡോ ഉണ്ടെങ്കിൽ കുനാഫ ഡോ എടുക്കാം കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് കുനാഫ ഡോ ആണ്. ഇപ്പോൾ എനിക്കത് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സേമിയ വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി ഈ സേമിയ ഒന്ന് ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ പീസ് ബട്ടറിൽ ഈ ഒരു സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇത് റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ അങ്ങനെ കളറൊന്നും മാറാനൊന്നും നിൽക്കേണ്ട. ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡില്ലേ, ആ ഒരു സമയത്ത് ഇതൊന്ന് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. പിന്നെ സെയിം പാനിൽ തന്നെ കുറച്ച് പിസ്ത ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഡ്രൈ റോസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഓവനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം, പാനിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഈ ഒരു പിസ്ത ഒരു കപ്പല്ലോ അങ്ങനെ ഉണ്ടാവും, ഒരു കപ്പിന് മേലെ ഉണ്ടാവും. ഞാനും ഇതൊന്നും അങ്ങനെ കറക്റ്റ് മെഷർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ പിസ്തയെല്ലാം നല്ലോണം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ചൂടെല്ലാം പോയി വരുന്ന ടൈമിൽ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്, അതിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. പിസ്താഷ്യോ ബട്ടർ റെഡിയാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 1/4 കപ്പിനെല്ലാം മേലെ വൈറ്റ് കോമ്പൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കിൽ റെഡിയാക്കുന്ന ചോക്ലേറ്റില്ലേ അത്. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്ത ടൈമിൽ ഇതുപോലെ ഇങ്ങനെ ഒരു തരി ടൈപ്പിലാണ് ഉണ്ടാവല്. ഇതിൻ്റെ കൂടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പാച്ചിലോ സ്പൂണോ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് മിക്സിയിലിട്ടിട്ട് തന്നെ ഒന്നും കൂടെ കുറേ ടൈം ഒന്ന് അടിച്ചെടുത്ത്. അപ്പോൾ ഇതുപോലെ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കട്ട പിടിച്ച പോലെയാണ് കേട്ടോ ഉണ്ടായത്. ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ സേമിയയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത്. പിന്നെ ആ ഒരു കട്ട പിടിച്ചപ്പോൾ ഉള്ളത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇനിയും കുറച്ചധികം തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് രണ്ടാമത് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ കുറേ നേരം എന്താ പറയുക, ആ ഒരു കട്ട പിടിച്ചത് മാറാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിലൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ എങ്ങനെയും റെഡി ആവുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിത് ഇവിടെ ഷെയർ ചെയ്തത്, നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ റെഡിയാക്കുമ്പം ഒരുപാട് ചെറിയ മിസ്റ്റേക്സ് പറ്റുമല്ലോ, അതൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ റെഡിയാക്കുകയാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ പിസ്താഷ്യോ ബട്ടർ റെഡിയാവും. ഇനി ഈ ബട്ടർ ഒന്ന് മാറ്റി വെക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ചോക്ലേറ്റാണ്. ഞാൻ 100 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് ബട്ടറൊന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ചോക്ലേറ്റ് മാത്രം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഡബിൾ ബോയിൽ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ ഇട്ടിട്ട് വേണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ വെള്ളത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് എടുക്കാൻ പറ്റില്ല, അത് കട്ട കെട്ടിപ്പോവും. അപ്പോൾ ഞാനിത് നല്ല സ്മൂത്തായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി വേണ്ടത് മോൾഡാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കസാട്ട വാങ്ങുന്ന ടൈമിൽ കിട്ടിയതാണ്. അപ്പം നല്ല ഡിസൈനൊക്കെ കണ്ടപ്പോൾ മാറ്റി വെച്ചതായിരുന്നു. ഇപ്പോൾ ആണ് ശരിക്കും ആവശ്യം വന്നത്. അപ്പോൾ ഞാനിത് ഗ്രീസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ നേരത്തെ പിസ്താഷ്യോ ബട്ടർ ആക്കിയ ടൈമിൽ അതിൽ നിന്ന് ഓയിൽ സെപ്പറേറ്റ് ആയി വന്നിട്ടില്ലേ, ആ ഓയിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പം അങ്ങനെ അല്ലെങ്കിൽ സാധാ ബട്ടർ വെച്ചിട്ടെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ചെറിയൊരു ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് കുറച്ചൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പം ഫുഡ് കളറിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിലേക്ക് കുറച്ച് ഗ്രീൻ കളർ കുറച്ച് യെല്ലോ കളറൊക്കെ ആഡ് ചെയ്തിട്ട് ഒറിജിനൽ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഡിസൈൻ പോലെയും ആക്കി കൊടുക്കാം. ഞാനിതിപ്പം വൈറ്റ് ചോക്ലേറ്റ് മാത്രമാണ് ആക്കി കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഒഴിക്കുന്ന ടൈമിൽ ചൂടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചൂടോടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മോൾഡ് ഒന്ന് ഉരുകിപ്പോവും. കാരണം അത് ഭയങ്കര തിന്നായിട്ടുള്ളൊരു മോൾഡാണ് കേട്ടോ. എന്തായാലും പ്ലാസ്റ്റിക് അല്ലേ, അപ്പം ചൂടില്ലാത്ത ചോക്ലേറ്റ് വേണം ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ഈ ഒരു ചോക്ലേറ്റ് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കാം.
അപ്പോൾ നമ്മളിപ്പോൾ ചോക്ലേറ്റ് മോൾഡ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആക്കാതിരിക്കുകയൊന്നും വേണ്ട. ഇതെല്ലാം പോലെ കസാട്ട വാങ്ങുമ്പോൾ കിട്ടിയതോ അല്ലെങ്കിൽ ക്രീം ബിസ്ക്കറ്റിലൊക്കെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ക്രീം ബിസ്ക്കറ്റൊക്കെ വാങ്ങുമല്ലോ, അതിലൊക്കെ കിട്ടുമല്ലോ. ചിലത് നല്ല ഡിസൈനായിരിക്കും. അങ്ങനെ മാറ്റി വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ ഉപകാരപ്പെടും. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ള ഒരു ചോക്ലേറ്റ് ആണല്ലോ. അപ്പം ദുബായ് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വൈറലാണല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർക്കും അത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം എന്തിനാ ഇത്ര വില കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കഴിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വരുമല്ലോ. അപ്പം സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ നിന്ന് റെഡിയാക്കാം, അധികം ചിലവൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനിത് എന്താ പറയുക, ചോക്ലേറ്റ് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിലുള്ള ബബിൾസ് ഇതെല്ലാം ഒന്ന് പോകാൻ വേണ്ടി. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ ഒരു 2 മിനിറ്റ് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെറ്റാക്കിയതിന് ശേഷം മാത്രം നമ്മൾ പിസ്താഷ്യോ ബട്ടറിൽ നമ്മൾ സേമിയയിലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടില്ലേ, അതൊന്ന് വെച്ച് കൊടുക്കുക. പിന്നെ എന്താ പറയുക, നമ്മൾ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിപ്പോവും. പിന്നെ കുറച്ച് അധികം തന്നെ ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ ലെയറല്ല, കുറച്ച് തിക്കായിട്ടുള്ളൊരു ലെയർ തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാൻ എന്നിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മോൾഡ് കുറച്ച് നല്ല തിന്നായതുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിക്കുമ്പോഴും അത് കീറിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പം ഇതുപോലെയുള്ള മോൾഡ് എടുക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുന്ന ടൈമിലൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ അടുത്ത മോൾഡും കൂടെ പെട്ടെന്ന് തന്നെ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിത് 2 മോൾഡിൽ സെറ്റ് ചെയ്തിട്ടും എൻ്റെ കയ്യിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഈ ഒരു മിക്സ്. അപ്പോൾ ഞാനിത് കറക്റ്റ് മെഷർമെൻറ്റിലല്ല ചെയ്തത്. ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്ര എടുക്കണം, 2 മോൾഡിലേക്ക് എത്രയാണ് വേണ്ടത് ഇതൊന്നും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അപ്പോൾ വേറൊരു മോൾഡിലേക്കും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിന്. എന്നിട്ട് ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് ഒഴിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഈ ഒരു ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു മോൾഡിൽ ചോക്ലേറ്റ് സെറ്റ് ചെയ്ത ടൈമിൽ മോൾഡ് കവറാകുന്ന വിധത്തിൽ അങ്ങനെ ചോക്ലേറ്റ് ഒഴിച്ചിട്ടില്ല. ചെറിയൊരു പോർഷൻ ബാക്കി വെച്ചിട്ടാണ് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഒരു മോൾഡ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത മോൾഡിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ അങ്ങനെ തിക്ക് ലെയറല്ല ചോക്ലേറ്റിൻ്റെ, എന്നാലും നേരിയ ലെയറും അല്ല, ഒരു കണക്കായിട്ടുള്ള ഒരു ലെയറാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റിൻ്റെ ഒരുപാട് റെസിപ്പീസ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിന്. അതിൻ്റെ തിന്നെല്ലാം എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിച്ചത്. അപ്പം ഒറിജിനലോളൊന്നും വരില്ലെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കിങ് ചോക്ലേറ്റിലായതുകൊണ്ട് തന്നെ 200 രൂപക്കെല്ലാം താഴെയല്ലേ റേറ്റ് വരുന്നുള്ളൂ, അതിൻ്റെ ചെറിയ പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും അങ്ങനെ റെഡിയാക്കി വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ മെൽറ്റ് ചെയ്തിട്ടില്ലേ വൈറ്റ് ചോക്ലേറ്റ്, അത് ബാക്കിയുണ്ടേന്, അത് ഇതിൻ്റെ മേലേക്കൊന്ന് ഡിസൈനാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇതിലും ശരിക്കും ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതുകൊണ്ട് മാത്രം ചെയ്തതാണ്. ഇപ്പോൾ കേക്കിലും സ്ഥിരമായിട്ട് ആക്കുന്ന അവരെല്ലാം എന്തായാലും ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ ഈ ഒരു ചോക്ലേറ്റില്ലേ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റോളം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയ ഹോൾസ് ഉണ്ടാവും നമ്മളിത് ഡീമോൾഡ് ചെയ്ത ടൈമിൽ. ഞാൻ ഈ ചോക്ലേറ്റ് ഒരു 5-10 മിനിറ്റോളം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടാണ് ഡീമോൾഡ് ചെയ്തത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ചെറിയ ഡിസൈനെല്ലാം വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റാത്തതാണെങ്കിൽ ഇതിലും പോലെ ചെറിയ ചിലവിൽ റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയെല്ലാം ആകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ ഇനിയും നല്ല റെസിപ്പീസും വീഡിയോസെല്ലാം ആയിട്ട് വരുന്നവരേക്കും. And see you all.